ജയഭാരതി ഇന്ന് എത്തിയിട്ടുണ്ടോ? ഇത് ഭയങ്കര പാവം പയ്യനാണല്ലോ. ഇവനെയാണ് അടിച്ചേ. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു കൗൺസിലിംഗ് എഴുതിത്തരാം. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണതാണ് നല്ലത്. ഞാൻ ഇയാളുടെ കൂടെ പോവില്ല. നിങ്ങൾക്ക് ഇയാളുടെ കൂടെ പോകാനും പറ്റൂല, ഡൈവേഴ്സും കൊടുക്കൂല, 24 മണിക്കൂർ ഇയാൾ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഇതെന്തോന്ന് ലോകം? ഇയാൾക്കൊരു ജീവിതം വേണ്ടേ? ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പാവം തോന്നൂലേ? പഞ്ചപാവം. ഡിവോഴ്സ് ചെയ്യാൻ എടുത്ത തീരുമാനം ഇയാൾ മാത്രം എടുത്താണ്, ഞാൻ എടുത്തല്ല മാഡം. അതൊന്നും നിങ്ങൾ തീരുമാനിക്കാത്തേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെന്തിനാ ഇഷ്ടം? ജയഭാരതി അറിയിച്ചില്ലേ? അല്ല, ഞാൻ നോട്ടീസ്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കുന്നത്. എനിക്കൊരു അഭിപ്രായമില്ല. അതെന്തിനാ ജയഭാരതി എടുത്ത് ചോദിക്കാത്തേ? എന്ത് ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന്? അവർ സംസാരിക്കുന്ന കണ്ടില്ലേ? ഇരി എവിടെ? ആ പറയാശ, എന്താ ജയഭാരതിയോടൊന്നും ചോദിക്കാത്തേ? അവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അത് അവളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം. സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമല്ലേ? എത്ര വരെ കൊടുക്കും? ആവശ്യത്തിന്. നീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവൾക്ക് കിട്ടാൻ? അതല്ല മാഡം, അവളങ്ങനെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ആണോ ജയഭാരതി? എന്നോട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. ആ ആ അത് പിന്നെ എൻ്റെ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്കും ഇപ്പോൾ ജോലി ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ സമയം കിട്ടാറുണ്ട്. ഇത് അതുപോലല്ല, നല്ല തിരക്കാണ്. ഓ, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വന്നൊക്കെ ഇരിക്കും. എനിക്ക് നല്ല തിരക്കുണ്ട്, പക്ഷേ ഈ പറയുന്ന ദേഷ്യമൊന്നും എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. ഓ തിരക്ക്. ഇനി ആ തയ്യൽ മെഷീനിൽ നിന്ന് തയ്ച്ചുണ്ടാക്കുന്ന പോലെ അല്ല ഇത്. ഓ പിന്നെ കോഴി ഫാമിൽ കോഴിയുടെ ഇടയ്ക്ക് അഴുക്കിന്റെ ഇടയ്ക്ക് കിടന്നാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അറിയാം? ചുമ്മാ ഇരുന്ന് കുറച്ച് ചോറും കറിയും വെച്ച് ഉണ്ടാക്കിയാ പോരെ. പുറത്ത് പണിയെടുക്കുന്ന ആണുങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങളും എല്ലാം അറിയുന്നുണ്ട്. രാഷേ, എന്താ എന്താ നിന്നെ കൊണ്ട് എടുക്കാൻ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. നീ പറവച്ച. അടിയും ദേഷ്യവും മാത്രമല്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടെ അറിഞ്ഞൂടാ. ഒരു 5 മിനിറ്റ് എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം പെണ്ണ് കാണാൻ വന്നപ്പോൾ. നമ്മൾ 24 മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുന്നല്ല, നമുക്ക് വേറെ പണിയുണ്ട്. കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയാണ്. കുടുംബത്തിൽ പറഞ്ഞവരാ എന്നുവെച്ചാ ബാക്കിയുള്ളവരാരും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? ഈ രാശ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ വെച്ചാ? ആ ഇങ്ങനെയൊക്കെ തന്നെ. രാശ, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാമോ? അനുസരണ, ആ പിന്നെ പാചകം, ഓ എന്നിട്ട് കൈപ്പുണ്യം. കുടുംബത്തിൽ പറഞ്ഞ